السلام عليكم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, കാദിയാനിസം പഠിക്കാം, അല്ലെങ്കിൽ അല്പം അതിനെക്കുറിച്ചുള്ള ഒരു അവബോധമുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചത്. നമുക്ക് എല്ലാവർക്കും അത്ര സുപരിചിതമല്ലെങ്കിലും ചില പ്രദേശങ്ങളിൽ, കാദിയാനി ബാധിത പ്രദേശങ്ങളെന്നാണ് ഞങ്ങൾ പറയാറുള്ളത്, അത്തരം പ്രദേശങ്ങളിൽ ഉള്ള ആളുകൾക്ക് കാദിയാനികളുടെ തബ്ലീഗിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രബോധനത്തിൻ്റെ, പ്രോപ്പഗണ്ടയുടെ ഫലമായിട്ട് ഏറെക്കുറെ അവരെന്താണ് നമ്മുടെ മുമ്പിൽ സമർപ്പിക്കാറുള്ളത് എന്നറിയാവുന്നവരായിരിക്കും. കാര്യമായിട്ട് അവർ പറയുന്ന സംഗതി, ഈസാ അലൈഹിസ്സലാം, അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബനി ഇസ്രായേലിയർക്ക് നിയുക്തനായ ഈസാ അലൈഹിസ്സലാം മരിച്ചുപോയിരിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിന് പകരമായിട്ട് അദ്ദേഹം തിരിച്ചു വരും, ഭൂമിയിൽ അവസാന കാലത്ത് ദൈവിക ഭരണം സ്ഥാപിക്കും എന്നൊക്കെയുള്ള ഹദീസുകളുടെ സഹിയാ ഹദീസുകൾ തന്നെ ആയതുകൊണ്ട് അതനുസരിച്ച് നിയുക്തനായ, അല്ലെങ്കിൽ ഈസാ അലൈഹി ഇസ്ലാമിന് പകരക്കാരനായി നിയുക്തനായ ആളാണ് പഞ്ചാബിൽ ജനിച്ച കാദിയാൻ പ്രദേശത്തുകാരനായ മിർസ ഗുലാം അഹമ്മദ് കാദിയാനി എന്ന ആള്. പക്ഷേ ഇതിനിടയിലൊരു വിഷയം കൂടിയുണ്ട്. ഈസാ അലൈഹി സ്വലാം മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതായി പറയുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ് എന്ന വിശ്വാസം അബദ്ധമാണ്. അദ്ദേഹത്തിന് ശേഷവും ഇനിയും പ്രവാചകന്മാർ ധാരാളമായി നിയുക്തരായേക്കും, അല്ലെങ്കിൽ ആകാം. ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞാൽ ആകും. അക്കൂട്ടത്തിൽ ഒരാളാണ് മിർസ ഗുലാം അഹമ്മദ് കാദിയാനി എന്നാണ് അവർ പറയാറുള്ളത്. മൂന്നാമതായിട്ടാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ വിഷയമാണ്, മിർസ ഗുലാം അഹമ്മദ് കാദിയാനി അള്ളാഹുവിൻ്റെ നിയുക്തനായ ഈ കാലഘട്ടത്തിലെ ഇമാമാണ്, പരിഷ്കർത്താവാണ്, അല്ലെങ്കിൽ മുജദ്ദിദാണ്, അള്ളാഹുവുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന മുഹദ്ദസാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഹദീസുകളിൽ പറയപ്പെട്ടുള്ള ഇമാം മഹ്ദിയാണ്, വാഗ്ദത്തം ചെയ്യപ്പെട്ട മസീഹാണ്, അള്ളാഹുവിൻ്റെ നബിയും റസൂലുമാണ് എന്ന വിശ്വാസം. ഈ വിശ്വാസം സ്വീകരിക്കാത്തവർ പാപ്പികളും അല്ലെങ്കിൽ നരകാവകാശികളും കാഫറുകളുമാണ് എന്നും അവർ വിശ്വസിക്കുന്നു. പക്ഷേ പ്രബോധനത്തിൻ്റെ ചില ലളിതമായ ശൈലി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം ഈ അടിസ്ഥാനമായ മർമ്മപ്രധാനമായ വിഷയം വളരെ അപൂർവമായിട്ട് അവർ പൊതുവേദികളിലും അതുപോലുള്ള ക്ലാസ്സുകളിലുമൊക്കെ പറയാറുള്ളൂ. എവിടെ നമ്മൾ കാദിയാനികളുടെ പരിപാടി ശ്രവിച്ചാലും കാര്യമായി നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുക ഈസാ അലൈഹി സ്വലാം മരിച്ചു എന്നുള്ള തെളിവുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാമത് പറഞ്ഞ വിഷയമായിരിക്കാം ഇവിടെ കൂടുതൽ പ്രസക്തമെന്ന് തോന്നുന്നു. കാരണം നമ്മളൊക്കെ പഠിച്ചവരാണ്. അപ്പോൾ ഈസാ അലൈഹി സ്വലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനും ഹദീസുകളും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. മിർസ ഗുലാം അഹമ്മദ് കാദിയാനിയെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു എന്നത് പരിശോധിക്കാം. അതോടൊപ്പം രണ്ടാമത് പറഞ്ഞ ഖത്തമുൻ നുബുവ്വത്തിന്റെ കാര്യത്തിൽ നമുക്ക് അല്പം പോലും, ഒരുപക്ഷെ ഖുർആനോ ഹദീസുകളോ നമ്മളത് അതിനുവേണ്ടി പരതേണ്ടതും പരിശോധിക്കേണ്ടതും പോലുമില്ലാത്ത അത്ര രൂഢമൂലമായ ഒരു സംഗതിയാണ്. മനുഷ്യൻ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇന്നേ വരെ ആരും തന്നെ ഒരു പ്രവാചകൻ ഉണ്ടാകുമെന്ന് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആരും പറഞ്ഞിട്ടില്ല. ഒരുപാട് അവാന്തര വിഭാഗങ്ങളായിട്ട് മുസ്ലിങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും, ആദ്യത്തിൽ സുന്നിയും ഷിയയുമായും പിൽക്കാലത്ത് ഒരുപാട് സംഘടനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുഹമ്മദ് നബിയുടെ അന്ത്യപ്രവാചകത്വത്തിൽ ആരും ഇന്നേ വരെ ഒരു സംശയം പ്രകടിപ്പിച്ചതായി കാണുകയില്ല. മൂന്നാമത് പറഞ്ഞ കാര്യം പറയുമ്പോൾ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. 1857 ഇന്ത്യ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു അത്.
നമുക്കൊക്കെ അറിയാം, ചരിത്രത്തിൽ വളരെ പ്രാഥമികമായ പഠനമാണത്. അന്ന് ഇന്ത്യ പ്രത്യേകിച്ചും ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വമ്പിച്ച മുന്നേറ്റം, ജനമുന്നേറ്റം, ഇന്ത്യക്കാരുടെ മുന്നേറ്റം ഉണ്ടായി. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒന്നാമത്തെ അധ്യായമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിനു മുമ്പ് ടിപ്പു സുൽത്താൻ്റെയും സിറാജുദ്ദൗളയുടെയൊക്കെ സംഭവം നമുക്കറിയാമെങ്കിലും 1857 ദേശവ്യാപകമായ ഒരു സ്വാതന്ത്ര്യ സമരം ഉണ്ടായിട്ടുള്ളത്. സിപാഹി ലഹള എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. സിപാഹി ലഹള എന്നതിന് പേര് പറയാൻ കാരണം, അത് മലയാളത്തിലൊന്നും സിപാഹി ലഹള ആയി പോയിട്ടുണ്ട്. പട്ടാളക്കാരുടെ ഭാഗത്തു നിന്നാണ്, പട്ടാളക്കാരിൽ നിന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ലഹള രൂപപ്പെട്ടു വന്നത്. മീററ്റിലായിരുന്നു തുടക്കം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്ന് ഡൽഹി വാണിരുന്ന അവസാനത്തെ മുഗള ചക്രവർത്തി ബഹാദുർ ഷാ സഫർ അദ്ദേഹത്തെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹം നാമമാത്രമായിട്ട് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അധികാരം തിരിച്ചുപിടിക്കാൻ വേണ്ടി അന്ന് ഡൽഹിയിൽ അരങ്ങേറിയിട്ടുള്ള ആ സംഭവത്തിൽ ബ്രിട്ടീഷുകാർ രൂക്ഷമായ അക്രമം അഴിച്ചുവിടുകയും ഡൽഹിയെ മുച്ചൂടും നശിപ്പിക്കുകയും ചെയ്ത സംഭവമാണത്. ഒരു വർഷം നീണ്ടുനിന്ന ആ അടിച്ചമർത്തലിൻ്റെ അവസാനത്തിൽ ബഹാദുർ ഷഫറിനെ പിടിച്ചുകെട്ടി റങ്കൂണിലേക്ക് നാട് കടത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു വൈകാരികത. ജഫറിനെ പറ്റി പറയുമ്പോൾ ഉറുദുവിലെ പ്രശസ്തനായ ഗസൽ ചക്രവർത്തിയാണെങ്കിൽ ഗസലിൻ്റെ കൂടി ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ റങ്കൂണിൽ ഒരു ഇരുട്ടറയിൽ അടച്ച് ശ്വാസം കിട്ടാൻ വേണ്ടി മാത്രം ചെറിയൊരു ദ്വാരം മാത്രം ഉണ്ടായിരുന്നു ചുമരിൽ. അങ്ങനെ അവിടെ 2-3 ദിവസം പട്ടിണി കിട്ടപ്പോൾ ഒരു ദിവസം പാറാവുകാരൻ വാതിൽ തുറക്കുകയാണ് ഒരു തളികയുമായിട്ട്. ആ തളിക അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുമ്പോൾ ആർത്തിയോടുകൂടിയാണ് അദ്ദേഹം ആ തളികയുടെ മൂടി തുറന്നത്. തുറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ്റെ തലയായിരുന്നു അതിലുണ്ടായിരുന്നത്. കഴുത്തിന് മേലെ വെട്ടി എടുത്ത തല. അദ്ദേഹം ബോധരഹിതനായി നിലംപതിക്കുകയാണ്. 1-2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്, രണ്ടാമത്തെ പുത്രൻ്റെ തല. ഇങ്ങനെ അദ്ദേഹം 1-2 പ്രാവശ്യം മാത്രമേ അത് തുറന്നു നോക്കിയുള്ളൂ. ഒടുവിൽ അദ്ദേഹം പിന്നെ ഭക്ഷണത്തലയിൽ വന്നാൽ പോലും അദ്ദേഹം അത് തുറക്കുകയായിരുന്നില്ല. അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹം എഴുതിയ അവസാനത്തെ ഗസൽ, അതിലൊരു വരി ഇങ്ങനെയാണ്: കിത്നാ ഹെ ബദ് നസീബ് സഫർ ദഫൻ കെ ലിയേ ദോ ഗസ് ജമീൻ ഭി നാ മിലി കുയേ യാർ മേ. അതായത് തനിക്ക് ഏറ്റവും ദഫൻ, അതായത് സംസ്കരിക്കാൻ, ശവസംസ്കാരത്തിന് വേണ്ടി ഒരു 6 അടി 2 വാര ഭൂമി എൻ്റെ പ്രിയതമയുടെ നാട്ടിൽ എനിക്ക് ലഭിച്ചില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹം വിലപിച്ചത്. അങ്ങനെ അദ്ദേഹം അവിടെ മരിക്കുകയും അവിടെ മറമാടുകയും ചെയ്യപ്പെട്ടു. ഞാനിത് പറയുന്നത് ഈ വൈകാരികമായിട്ടുള്ള ഇന്ത്യൻ ദേശീയ സമരത്തിൻ്റെ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഒരു സംഗതി, ഇപ്പം ഇത് ആവർത്തിച്ച് അമേരിക്ക, ആ വെള്ളക്കാർ സദ്ദാം ഹുസൈനോടൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ സമകാല ചരിത്രത്തിൽ. എന്നാൽ അന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി തൻ്റെ എല്ലാ ജീവൻ തന്നെ അർപ്പിച്ച, തൻ്റെ എല്ലാ പ്രവർത്തനവും അതിനുവേണ്ടി സമർപ്പിച്ച ഒരു പ്രവാചകത്വവാദിയാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. അത് വെറുതെ പറയുന്നതല്ല. ഇത് 1857 ഈ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1961 ഇതിനെക്കുറിച്ചൊരു വിശകലനം ബ്രിട്ടീഷ് പാർലമെന്റ് നടത്തുകയുണ്ടായി. പാർലമെന്റ് അംഗങ്ങളും അതിൽ ക്ഷണിക്കപ്പെട്ടിരുന്ന ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പാതിരിമാരും ബിഷപ്പുമാരും ഒക്കെ ചേർന്നുകൊണ്ട് എന്താണ് ഇന്ത്യയിലെ അടിസ്ഥാനപരമായ പ്രശ്നം, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സമരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സമരമുണ്ടായി, ഇതിന് നേതൃത്വം നൽകിയത് അവധിലെ അയോധ്യയിലെ മൗലാന അഹമ്മദ് അലി അതുപോലെയുള്ള ആളുകൾ, അതുപോലെ മൊത്തത്തിൽ അവരൊരു പഠനം നടത്തിയപ്പോൾ അവർ മനസ്സിലാക്കി 2-3 വർഷത്തെ നിരീക്ഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കിയത് ഇന്ത്യയിൽ ശക്തമായ ഒരു എതിരാളി നമുക്കുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമാണ്
മറ്റുള്ള നാട്ടുരാജ്യങ്ങളൊക്കെ സിഖുകാരുടെയും ഹിന്ദുക്കളുടെയും നാട്ടുരാജ്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ബ്രിട്ടീഷുകാർക്ക് കീഴിൽ വന്നപ്പോൾ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളോ അടക്കം ഉള്ള നവാബുമാരുമൊക്കെ ഉൾപ്പെടുന്ന, അതോടൊപ്പം തന്നെ ഈ ഡൽഹി കേന്ദ്രമായി ഭരിച്ചുകൊണ്ടിരുന്ന ഈ മുസ്ലിം രാജാക്കന്മാർ ആണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഇതിന് കാരണം അവരുടെ ജിഹാദി ആവേശമാണ്, അല്ലെങ്കിൽ സ്വരാജ്യത്തിന് വേണ്ടിയുള്ള സമരം ജിഹാദും, അതിൽ മരണം വരിക്കുന്നത് ഷഹാദത്തും, അങ്ങനെ ലഭിക്കുന്നത് ജന്നത്തുമാണ് എന്ന ഈ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ആദ്യമായി നാം ചെയ്യേണ്ടതെന്ന് ബുദ്ധികൂർമ്മതയോടുള്ള ബ്രിട്ടീഷുകാർ ആലോചിക്കുകയും 61 മുതൽ 64 വരെയുള്ള 3-4 വർഷങ്ങളിൽ ഇന്ത്യയിലേക്ക് നിയോഗിച്ച ഒരുപാട് ബിഷപ്പുമാരെയും ഒരുപാട് ഈ പാസ്റ്റർമാരെ, അതായത് ക്രിസ്ത്യൻ പാതിരിമാരെയും ഒക്കെ നിയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഇതിനെ തകർക്കാൻ പറ്റിയ ഒരാളെ കണ്ടെത്താൻ വേണ്ടി പറയുകയായിരുന്നു. അന്ന് സിയാൽകോട്ടിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഫാദർ M.A. ബട്ട്ലറാണ് അക്കാര്യത്തിൽ വിജയിച്ചത്. ഇത് പറയുമ്പോൾ ഇതിനുള്ള രേഖ എവിടെയെന്ന് കാദിയാനികൾ ചോദിക്കാറുണ്ട്. കാദിയാനിസത്തിൻ്റെ രേഖകളിൽ അതൊരു പക്ഷേ ലഭ്യമല്ലെങ്കിലും താരീഖെ അഹമ്മദിയത്ത് എന്ന ആകാ ഷോരീഷ് കാശ്മീരിയുടെ ഗ്രന്ഥം വളരെ വിശദമായി ഇത് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ 1964 മുതൽ 69 വരെയുള്ള കാലഘട്ടത്തിൽ സിയാൽകോട്ടിലെ കച്ചേരിയിലെ ഒരു ഗുമസ്തനായിരുന്ന മിർസ ഗുലാം അഹമ്മദ് എന്ന ആള്, ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെയാണ് ഫാദർ ബട്ട്ലർ ഈ കാര്യത്തിനു വേണ്ടി തെരഞ്ഞെടുത്തത്. അങ്ങനെ 69 വരെ അദ്ദേഹം അവിടെ വന്നിട്ട് അദ്ദേഹത്തിന് വമ്പിച്ച സാമ്പത്തിക പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരികയും ഏകദേശം ഈ കാലഘട്ടത്തിൽ വളരെ അപ്രസക്തൻ അല്ലെങ്കിൽ അപ്രശസ്തനായി ജീവിച്ചിരുന്ന അദ്ദേഹം ഒരു പ്രത്യേകമായ സൂഫി വേഷത്തിലൂടെ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അന്നത്തെ അധസ്ഥിതിയിൽ നിന്ന് അവരെ ഉയർത്താൻ വേണ്ടിയിട്ട് അവരുടെ നേതൃത്വം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പഞ്ചാബിലെ അമൃതസറിനടുത്തുള്ള ബട്ടാല താലൂക്കിലെ കാദിയാൻ എന്ന ഒരു കുഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷേ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമുള്ള ആ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന് നേതൃത്വപരമായ ഒരു പങ്കാളിത്തം വളരെ പെട്ടെന്ന് ലഭിക്കുകയുണ്ടായി. കാരണം അദ്ദേഹം സ്വതവേ കുറേ പഠിച്ച ആളാണ്, അതോടൊപ്പം നേതൃപാഠവുമുണ്ട്, പിന്നെ നല്ലൊരു കുതർക്കിയുമാണ്, അല്ലെങ്കിൽ ആളുകളും. അപ്പോൾ അദ്ദേഹം പല ആളുകളുമായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. ആര്യസമാജക്കാരുമായിട്ടും പാതിരിമാരുമൊക്കെയായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. അങ്ങനെ 1879 അദ്ദേഹം അന്നത്തെ മുസ്ലിം പത്രങ്ങളിൽ ഒരു പരസ്യം ചെയ്യുന്നു. ആ പരസ്യത്തിൽ പറയുന്നത് എന്താണ്? ഇസ്ലാമിൻ്റെ ഈ അധോഗതിയുടെ അല്ലെങ്കിൽ അധമാവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ, അതുപോലെ ആര്യസമാജക്കാരുടെയും ക്രിസ്ത്യാനികളുടെയും ശക്തമായ എതിർപ്പിൽ നിന്ന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ 50 വാള്യങ്ങളിൽ ഒരു പുസ്തകം രചിക്കാൻ പോകുന്നു. അതിൻ്റെ പേര് ബറാഹിനെ അഹമ്മദിയ എന്നാണ്. അതിൽ വിശുദ്ധ ഖുർആനിലെയും ഹദീസുകളുടെയും തെളിവുകളായിട്ട് 300 തെളിവുകളാണ് ഞാൻ ക്രോഡീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രതികൾ 50 വാള്യങ്ങളായിട്ട് ഇറക്കാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ പ്രതി അടുത്ത വർഷം 1980 ഞാൻ പ്രസിദ്ധീകരിക്കും. അതിനുവേണ്ടി സാമ്പത്തിക സഹായം നൽകണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. അങ്ങനെ ആളുകൾ, സമ്പന്നരും അല്ലാത്തവരുമായ ആളുകൾ കയ്യഞ്ഞ് സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ പിൽക്കാലത്ത് അതിൻ്റെ വിവിധ വാള്യങ്ങളുടെ മുഖവുരയിൽ എഴുതിയതനുസരിച്ച് 10,000 അല്ലെ 10,000-ലേറെ പണം സ്വരൂപിക്കുകയും അങ്ങനെ ആ പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുകയും ചെയ്തു. 1880 മുതൽ 84 വരെയുള്ള 4 വർഷത്തിൽ 4 വാള്യങ്ങൾ മാത്രമാണ് പുറത്തിറങ്ങിയത്. പക്ഷേ അതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും വാള്യങ്ങളിലൊക്കെ വമ്പിച്ച വെല്ലുവിളികളാണുള്ളത്. അതായത് ഇത് ഞാൻ ക്രോഡീകരിക്കാൻ പോകുന്ന തെളിവുകളുടെ ഒരു അംശമെങ്കിലും അല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും ആരെങ്കിലും പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവുമോ സ്വന്തം മതത്തെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഞാൻ അതിലെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും ഈ 3-4 വാള്യങ്ങൾ വന്നപ്പോഴേക്കും അതിൽ അദ്ദേഹത്തിന് തനിനിറം പുറത്തു വരികയാണ്. അതായത് അദ്ദേഹവുമായി നിരന്തരം അള്ളാഹു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വഹികൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാദ്യമൊക്കെ ഇൽഹാം എന്നാണ് പറഞ്ഞത്. ഇൽഹാം ഒരു പക്ഷേ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇൽഹാം മറ്റുള്ളവർക്ക് അവരുടെ ധർമ്മത്തിനുള്ള സാക്ഷ്യമായി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനുള്ള സാക്ഷ്യമായിട്ടൊക്കെ സമർപ്പിക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി മാറുന്നു. അതായത്
ഇൽഹാമുകളും അതുപോലുള്ള തോന്നലുകളും അല്ലെങ്കിൽ സ്വപ്നങ്ങളുമൊക്കെ നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് മറ്റുള്ളവർക്കൊരു പ്രമാണമായിട്ട് ഒരിക്കലും ആരും സമർപ്പിച്ച കാര്യമില്ല. അത് അവനവൻ്റെ കാര്യത്തിന് ഒരു പക്ഷേ അതുപോലും പ്രമാണമല്ല. പക്ഷേ ഇദ്ദേഹം സമർപ്പിക്കുന്നത് ഒരുപാട് അത്തരം കാര്യങ്ങളാണ്. ദീനി വിഷയങ്ങളും കുറേയൊക്കെ അതിലുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ആളുകൾ, പ്രത്യേകിച്ച് പണ്ഡിതന്മാർ അദ്ദേഹത്തെ ശക്തമായി എതിർക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം തൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് 1886 അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇമാമുസ്സമാനാണ്, ഈ കാലഘട്ടത്തിൽ എന്നെ അള്ളാഹു ഇമാമായി നിശ്ചയിച്ചിരിക്കുന്നു. 2-3 വർഷം അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹം സ്വയം മുജദ്ദിദാണ് എന്ന് വാദിക്കുകയും പിന്നീടും മുമ്പോട്ട് പോയി 1889 തൻ്റെ കൂടെയുള്ള കുറച്ച് ആളുകളെ, ആദ്യം അദ്ദേഹത്തിന് ലഭിച്ചത് 23 ആളുകളെയാണ്, അത്രയും ആളുകളെ ചേർത്തുകൊണ്ട് അഹമ്മദിയ ജമാഅത്ത് രൂപീകരിക്കുകയും ചെയ്തു. 1890 ക്രമപ്രവൃത്തമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ വളർന്നു വരുന്നത്. 1891 അദ്ദേഹം 3 പുസ്തകങ്ങൾ രചിച്ചു. തൗലീഹെ മറാം, ഇസാലെ ഔഹാം, ഫതുഹുൽ ഇസ്ലാം. ഈ 3 പുസ്തകങ്ങളുടെ ആദ്യം ഇറങ്ങിയ തൗലീഹെ മറാമിലാണ് അദ്ദേഹം ഈസാ അലൈഹിസ്സലാം മരിച്ചു പോയിരിക്കുന്നു എന്ന കാര്യം പറയുന്നത്. ഈസാ അലൈഹിസ്സലാം മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, എന്നെ അള്ളാഹു ഈസാ അലൈഹിസ്സലാമിന് പകരക്കാരനായി നിയോഗിച്ചിരിക്കുന്നു. പിന്നെ തുടർന്ന് 1908 അദ്ദേഹം മരിക്കുന്നത്. അതുവരെയായിട്ട് 85 പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കേണ്ടായി. അതിൽ വലുതും ചെറുതുമായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ. 1908 ഇറങ്ങിയിട്ടുള്ള മൈത്രി സന്ദേശം, ആ പുസ്തകം യാദൃശ്യമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. മൈത്രി സന്ദേശം എന്ന് പറഞ്ഞാൽ പൈഗാമെ സുൽഹ് എന്ന പുസ്തകമാണ്. അതുവരെയായിട്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള ഈ പുസ്തകങ്ങളിൽ ഏറ്റവും വളരെ ചെറുതാണ് മൈത്രി സന്ദേശം. വളരെ വലുതായിട്ടുള്ള വലിയ ആയിരക്കണക്കിന് പേജുകളുള്ള പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകങ്ങളിൽ നിന്നൊക്കെ അത് ഏറെക്കുറെ അതിൻ്റെ മുച്ചൂടും വായിച്ചിട്ടുള്ള, ഞാൻ പരിശോധിച്ചിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്താണ് ഖാദിയാനിയുടെ സന്ദേശം? ഖാദിയാനിസത്തിന് നമ്മോട് പറയാനുള്ള സന്ദേശം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഈസാ അലൈഹിസ്സലാം മരിച്ചു എന്ന കാര്യം. ശരി, ഈസാ അലൈഹിസ്സലാം മരിച്ചതുകൊണ്ട് പ്രത്യേകമായിട്ടൊന്നുമില്ല. 2000 കൊല്ലം മുമ്പ് ലോകത്ത് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു ഈസാ അലൈഹിസ്സലാം. അദ്ദേഹം മരിച്ചു എന്നതുകൊണ്ട് ഇന്ന് ഇസ്ലാമിന് എന്തെങ്കിലും ഒരു കോട്ടമോ അല്ലെങ്കിൽ പ്രയാസമോ ഉണ്ടാകുന്നില്ല. ഈസാ അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും മരിച്ചു എന്ന് വിശ്വസിക്കുന്നവരും മുസ്ലിങ്ങളിൽ തന്നെയുണ്ട്. കാരണം അത് അഖീദയുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ഈസാ അലൈഹിസ്സലാം ജീവിച്ചിരിപ്പില്ല, മരിച്ചു പോയിരിക്കുന്നു എന്ന വിശ്വാസം സമർപ്പിച്ചതുകൊണ്ട് പ്രത്യേകമായിട്ടൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ എന്താണ് ഖാദിയാനികളുടെ സന്ദേശം? നമ്മൾ മുസ്ലിങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ പെടാത്ത ചില ആളുകളെ നമ്മൾ പരിശോധിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ടായുള്ള ശ്രീനാരായണ ഗുരു, സ്വാമി വിവേകാനന്ദൻ, അതുപോലെ ഒരുപാട് ആളുകൾ, ശ്രീ ഗുരുനാനാക്ക്, ഇവരൊക്കെ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഉണ്ടാവും അല്ലേ? എന്തെങ്കിലും ഒരു സന്ദേശം ഉണ്ടാവും. നമ്മളതിനെ മനുഷ്യകുലത്തിന് അനുകൂലമായിട്ടില്ലെങ്കിൽ അവർക്ക് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സന്ദേശം അവർ പറഞ്ഞിട്ടുണ്ടാവും. അന്ന് ചുരുങ്ങിയത് കള്ളു കുടിക്കരുത് എന്നെങ്കിലും ശ്രീനാരായണ ഗുരു മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട്. മിർസ ഖാദിയാനി എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, ഞാൻ ഇത് പറയുമ്പോൾ ഒരു ഏകപക്ഷീയമായ പറച്ചിലാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. ഞാൻ പലപ്പോഴും ചിന്തിച്ചതാണ് ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്. ഇദ്ദേഹത്തിന് പറയാനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കേൾക്കുന്നത്, ഈ കഴിഞ്ഞ ആഴ്ചയും ഒരു CD വെച്ചുകൊണ്ട് കൊടിയത്തൂരിൽ എല്ലാവർക്കും കാണാൻ പറ്റിയ രീതിയിൽ വലിയ സ്ക്രീനിൽ അവതരിപ്പിച്ചുള്ള ഒരാളുടെ പ്രസംഗം, അതിൽ പറയുന്നു ഈസാ അലൈഹിസ്സലാം മരിച്ചു എന്നതിന് ഒരുപാട് തെളിവുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ പ്രവാചകൻ അംഗീകരിക്കുകയാണ്. അത് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുള്ളതിൽ പ്രസക്തിയൊന്നുമില്ല. അംഗീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്? നമസ്കരിക്കണം, നോമ്പ് നിൽക്കണം, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്നാണ്. ഇതിന് ആയിട്ടൊരു പ്രവാചകനെ അള്ളാഹു നിയോഗിക്കുമോ? ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്ക് പുതുതായിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങളിൽ പെട്ടാണ്. ഇപ്പോൾ ചെറിയ ഉദാഹരണം, ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ പല ഫത്വകളും പല കാര്യങ്ങളും പല ചർച്ചകളും. അതുപോലെ സാമ്പത്തിക രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, അതുപോലെ ശരീരശാസ്ത്ര, അതായത് വൈദ്യശാസ്ത്ര രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അവയവങ്ങളുടെ ദാനം, ഇതിനൊക്കെ ഇസ്ലാമിക മാനം എന്താണ്? അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ അവസാന വാക്ക് പറയാൻ പറ്റിയ ഒരാളായിരുന്നു ഈ കാലഘട്ടത്തിലേക്ക് നിയുക്തനായ പ്രവാചകനായിരുന്നെങ്കിൽ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. പക്ഷെ അദ്ദേഹം ഇതൊന്നും പറയാതെയാണ് അവസാനിപ്പിച്ചു പോയത്. പിന്നെ അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ, ഈ കുറേ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട്, അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളിൽ മുഴുവൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഈസാ അലൈഹി സ്വലാം മരിച്ചു എന്നതിന് തെളിവുകളാണ്. നേരത്തെ പറഞ്ഞ ഇസാലെ ഔഹാം എന്ന പുസ്തകത്തിൻ്റെ 1051 പേജുകളുണ്ട്. അതിലുള്ള പറയുന്ന കാര്യങ്ങൾ മുഴുവൻ, പിന്നെ സ്വന്തം പ്രവാചകത്വത്തിനുള്ള തെളിവുകളാണ് ഹക്കീക്കത്തുൽ വഹി, ബറായിനെ അഹമ്മദിയ പോലുള്ള പുസ്തകങ്ങളുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദേശം അല്ലെങ്കിൽ മനുഷ്യകുലത്തിന് ഗുണകരമായ എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിക്കാതെയാണ് അദ്ദേഹം നമ്മോട് വിട വാങ്ങിയിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ള ആളുകൾ ഖലീഫമാരും മറ്റുള്ളവരൊക്കെ. പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് ഒരുപാട് എഴുതി എന്നുള്ളതാണ്. അത് 100 കണക്കിന് പേജുകളുണ്ട്. മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാരോടുള്ള ജിഹാദ് ഹറാമാക്കാനും ബ്രിട്ടീഷുകാരെ അനുസരിക്കുന്നത് നിർബന്ധമാണെന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടി ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ സമാഹരിച്ചാൽ 50 അലമാരികൾ അതുകൊണ്ട് നിറയും. തിരിയാക്കുൽ കുലൂബ് എന്ന പുസ്തകത്തിൻ്റെ 50-ാം പേജിലാണ് അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു എക്സ്ട്രാജേഷനാണ്, ഒരു മുബാലകയാണ്. 50 അലമാരി നിറയൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പരിശോധിച്ചിട്ടുണ്ട്, 1000കണക്കിന് പേജുകൾ, 1000-ഓളം പേജുകളെങ്കിലും മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി ഇതിനു വേണ്ടി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതും ഒരു 10-25 പുസ്തകങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു അദ്ദേഹം ഉദ്ദേശിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി നിയോഗിച്ചയച്ചത് അള്ളാഹുവല്ല ബ്രിട്ടീഷുകാരാണെന്ന്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതി, 1947 ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടു, സ്വാതന്ത്ര്യം കിട്ടി. അന്ന് ഈ ഖലീഫയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും മുഴുവനും പാകിസ്ഥാനിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഏറ്റവും അതിർത്തി സംസ്ഥാനത്തായിരുന്നു അവർ കൂടുതലുണ്ടായിരുന്നത്, പഞ്ചാബ് തന്നെ വിഭജിക്കപ്പെട്ടു. അപ്പോൾ പഞ്ചാബിലെ ചിനിയോട് ജില്ലയിൽ റബുവ എന്നൊരു സ്ഥലം, ഒരു 500 ഏക്കറയിലധികം സ്ഥലം, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ കണക്ക് ഞാൻ ഇപ്പോൾ അടുത്ത് നോക്കിയിട്ടില്ല, ഏതായാലും വളരെ കൂടുതൽ ഒരു സ്ഥലം പൂർണ്ണമായിട്ട് ദാറുൽ ഖിലാഫ പണിയാൻ വേണ്ടി വളരെ ചെറിയ വിലക്ക് ഖാദിയാനി ഖലീഫക്ക് കൊടുക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അതോടൊപ്പം അവർ ചെയ്ത രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാനിലെ വിദേശകാര്യ വകുപ്പ് സഫറുല്ലാ ഖാൻ എന്ന ഖാദിയാനിക്ക് കൊടുക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ കൂടി ഈ വിഭജനത്തിൻ്റെ കൂട്ടത്തിൽ ഈ ജിന്നാ സാഹിബുമായിട്ട് അന്നത്തെ മൗണ്ട് ബാറ്റൻ പ്രഭു നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ആദ്യം മുസ്ലിം ലീഗിൽ അംഗത്വം കൊടുക്കണം. അപ്പോൾ ജിന്നാ സാഹിബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിൽ വിശ്വസിക്കുന്നവർക്കൊക്കെയും അവരുടെ മറ്റ് അവാന്തര വിഭാഗങ്ങളെ കാര്യങ്ങൾ പരിഗണിക്കാതെ തന്നെ മുസ്ലിം ലീഗിൽ അംഗമാകാമെന്നായിരുന്നു. അങ്ങനെ മുസ്ലിം ലീഗിൽ അംഗമായതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം സഫറുല്ലാ ഖാനെ പിടിച്ച് വിദേശകാര്യ വകുപ്പ് തന്നെ കൊടുത്തു. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, വിദേശ രാജ്യങ്ങളിലെ എംബസികളിലും കോൺസുലേറ്റുകളിലുമൊക്കെ ഇഷ്ടം പോലെ ഖാദിയാനികളെ, അവരതിന് യോഗ്യരുമായിരുന്നു, നന്നായി വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഖാദിയാനികളെ നിയോഗിക്കുകയും അങ്ങനെ ലോകവ്യാപകമായിട്ട് തന്നെ ഖാദിയാനിസത്തിന് പ്രചാരണം നടത്താൻ ഉള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയപരമായ സംഗതി. അതുകൊണ്ടാണ് 1953 അന്നത്തെ ഭരണഘടനാ പ്രക്ഷോഭം, ഇസ്ലാമിക ഭരണഘടന ഉണ്ടാക്കണം എന്നുള്ള പ്രക്ഷോഭമായിരുന്നു നടന്നത്. അത് നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതല്ല. മൗലാന മൗദൂദി സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി ആ ഭരണഘടനാ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുകയും അത് ഒരു ദുർബല നിമിഷത്തിൽ, അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയും അത് അഹ്റാരികൾ അത് ഹൈജാക്ക് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് എന്തായി, ഖാദിയാനി വിരുദ്ധ പ്രക്ഷോഭമായി മാറി. അങ്ങനെയാണ് 1953 ജയിലിലടച്ച മൗലാനക്ക് തൂക്ക് മരം വിധിച്ചത്, വധശിക്ഷ വിധിച്ചത്. അങ്ങനെ അതിൻ്റെ കാരണം പറഞ്ഞാൽ എന്താണ്, ജനങ്ങളിൽ കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ ഖാദിയാനിസത്തിനെതിരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ചെറിയ ലഘുലേഖയുണ്ട്, ഒരു ലഘു പുസ്തകം, ഖാദിയാനി മസ്സല എന്ന്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്നാണ് ഇതിൻ്റെ ചാർജ് ഷീറ്റിലൊന്നുള്ളത്. പക്ഷേ ഈ പുസ്തകം വ്യാപകമായി വിൽക്കപ്പെടുകയായിരുന്നു അന്ന് ഇന്ത്യയിലും പാകിസ്ഥാനിലുമൊക്കെ. ആ പുസ്തകത്തിന് നിരോധനം ഏർപ്പെടുത്തിയില്ല. പക്ഷേ അതിൻ്റെ ഗ്രന്ഥകാരന് ആ പേരിൽ വധശിക്ഷയ്ക്ക് വരെ വിധിക്കപ്പെടുകയുണ്ടായി. ഇതാണ് സംഭവം. അപ്പോൾ അതിനുശേഷം സംഭവിച്ച നമുക്കറിയാം, 1974 ആയപ്പോഴേക്കും ഇസ്ലാമിൻ്റെ പേര് പോലും പറയാൻ അറച്ചിരുന്ന സുൽഫിഖർ അലി ഭൂട്ടോ ഇവരെ അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കുകയുണ്ടായി ഭരണഘടനയിൽ. ഇത് പാകിസ്ഥാനിലെ സംഭവമാണ്. മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വളർന്നു വന്നു. ബ്രിട്ടീഷുകാരുടെ തന്നെ താല്പര്യമനുസരിച്ച് എന്നെ മുമ്പോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ഖലീഫമാരായ മക്കളും അതുപോലുള്ള ആളുകളും ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂർധന്യത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ
ഇതിൽ ചാരപ്രവർത്തി നടത്തിക്കൊണ്ടാണ് അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ അടുത്തേക്ക് എത്തിയത്. സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനാണ് ഇവർക്ക് രാഷ്ട്രീയപരമായിട്ട് നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവർ അങ്ങോട്ട് ചേക്കേറിയത്. എന്നാൽ 1984 മാത്രമാണ് സിയാവുല്ലക്ക് ഇവർക്ക് കൂച്ചുവിലങ്ങിട്ടത് ഒരു പ്രസിഡൻഷ്യൽ ഓർഡിനൻസിലൂടെ. അപ്പോൾ അവർ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഖലീഫ നേരെ പോയത് ബ്രിട്ടനിലേക്കാണ്. അങ്ങനെ ലണ്ടനിൽ ഇസ്ലാമാബാദ് എന്ന് പേരിട്ട ഒരു പള്ളിയുടെ പരിസരത്ത് താമസിക്കുകയും അവിടെയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ഖിലാഫത്ത് നടക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഞാനിതിന് ഇത്രയും ഇത് 1957 മുതൽ ഇപ്പോൾ നിലയിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടം വരെയുള്ള അവസ്ഥ ഇതാണ്. ഇപ്പോൾ അഞ്ചാമത്തെ ഖലീഫയായിട്ട് മിർസയുടെ പൗത്രൻ മസൂറുർ അഹമ്മദ് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതിരിക്കട്ടെ, ഖാദിയാനിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനപരമായ ഇതിൽ വളരെ പ്രധാനപ്പെട്ട സംഗതി ഞാൻ പറഞ്ഞു. അവരുടെ അടിസ്ഥാനം ഈസാ അലൈഹി സ്വലാം മരിച്ചുപോയി എന്ന വിശ്വാസമാണ്. പക്ഷേ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ഈ കാര്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് തോന്നുന്നതിന് മുമ്പ് 1880 മുതൽ രചിച്ചിട്ടുള്ള പുസ്തകത്തിൽ ബറായിന അഹമ്മദിയുടെ 4-ാം വാള്യത്തിൻ്റെ 498-ാം പേജിൽ അദ്ദേഹം ഒരു വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളീറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിയൽ മുശ്രിക്കൂൻ എന്ന ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സർവകാല അധികാരത്തോടുകൂടിയും ലോകത്തേക്ക് തിരിച്ചു വരും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇസ്ലാം ചക്രവാളത്തിൻ്റെ സീമകൾ അതിലംഘിച്ച് വളർന്നു വരും എന്ന് വ്യാപിക്കുമെന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പിൽക്കാലത്ത് അദ്ദേഹത്തിന് നിഷേധിക്കേണ്ടി വന്നിട്ടുമുണ്ട്. 1907 രചിച്ചിട്ടുള്ള ഹഖീഖത്തുൽ വഹി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഈസാ അലൈഹി സ്വലാം ജീവിച്ചിരിപ്പുണ്ടെന്നും തിരിച്ചു വരുമെന്നും എഴുതി വെച്ചത് ഖുർആനിൽ നിന്നുമൊക്കെ ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നു. പക്ഷേ പിന്നീട് അള്ളാഹു എനിക്ക് മഴ വർഷിക്കും പോലെ ബോധനം തന്നു, വഹി തന്നു. എന്ത്? ഈസാ അലൈഹി സ്വലാം മരിച്ചു പോയിരിക്കുന്നു, വരാനിരിക്കുന്ന ഈസാ നബി നീ തന്നെയാണ് എന്ന്. അങ്ങനെയാണ് ഞാൻ ഈസാ അലൈഹി സ്വലാം മരിച്ചു പോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് എന്ന് ഹഖീഖത്തുൽ വഹിയിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പോൾ സ്വന്തം വാദങ്ങൾ രൂപപ്പെട്ടു വരുന്നതിന് മുമ്പ് അദ്ദേഹം ചില സത്യപ്രസ്താവനകൾ അല്ലെങ്കിൽ ഇസ്ലാമിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ എഴുതിപ്പോയിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇവരെ ഇപ്പോഴും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ തമസ്കരിക്കുക എന്നുള്ള ഇവരുടെ രീതിയാണ്. അപ്പം നമ്മളൊന്ന് പരിശോധിക്കുക, ലോകത്ത് ഏത് പ്രസ്ഥാനത്തിൻ്റെയും പുസ്തകങ്ങൾ എവിടെയും ലഭ്യമാണ്, അല്ലെങ്കിൽ ഇപ്പം നെറ്റിലും കിട്ടും. പക്ഷേ ഖാദിയാനികളുടെ നെറ്റ് പരിശോധിച്ചാൽ എവിടെ പരിശോധിച്ചാലും മിർസ ഖാദിയാനിയുടെ പുസ്തകം ലഭ്യമല്ല എന്നുള്ളതിന് പ്രത്യേകത. ഇപ്പോൾ അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് അതൊക്കെ. ഈ ബറായിന അഹമ്മദിയൊക്കെ കുറിച്ച് വാദോരാതെ പറയുന്നവരാണ്. പക്ഷേ ഇവരാരും തന്നെ ബറായിന അഹമ്മദിയെ വായിക്കുകയോ ഏതെങ്കിലും ഇന്ത്യൻ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. കാരണം അത് വലിയ സാമ്പത്തിക പ്രയാസമുള്ള കാര്യമാണ് എന്നൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ അതിലേറെ ചവറുകൾ ഇഷ്ടംപോലെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഖാദിയാനികൾ യഥാർത്ഥ ഖാദിയാനിയുടെ ഒറിജിനൽ സാക്ഷാൽ ഖാദിയാനിയുടെ പുസ്തകങ്ങൾക്ക് തമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേമാതിരി തന്നെയാണ് 1891 രചിച്ചിട്ടുള്ള ഇസാലിയ ഹോമിൻ്റെ 614-ാം പേജിൽ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈസാ അലൈഹി സ്വലാം മരിച്ചുപോയി എന്ന് തെളിയിക്കലാണല്ലോ പ്രധാനം. അതിനുവേണ്ടി അദ്ദേഹം 30 ഖുർആൻ ആയത്തുകൾ സമർപ്പിക്കുകയാണ്. അതിൽ 21-ാമത്തെ ആയത്ത് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്, എക്കീസിവീൻ ആയത്ത് ഏഹെ എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്, മാ കാന മുഹമ്മദുൻ നബ അഹദിം റിജാലിക്കും വലാകിർ റസൂലുള്ളാഹി വ ഖാതമുൻ നബിയ്യീൻ. ഇത്രയും എഴുതിയിട്ട് അദ്ദേഹം പറയാണ്, ഈ ആയത്ത് സാഫ് ദലാലത്ത് കർദിയ. അതിന് അർത്ഥം പറയുകയാണ്, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി സ്വന്തം കൈകൊണ്ട് രചിച്ച ഈ ആയത്തിൻ്റെ അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ പെട്ട ഒരു പുരുഷൻ്റെയും പിതാവല്ല, അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ്. എന്നിട്ട് പറയുന്നു, അവർ ഖത്തം കർണേവാല നബിയോക്ക, പ്രവാചകന്മാരെ അവസാനിപ്പിക്കുന്ന ആളുമാണ്. അപ്പോൾ ഖത്തമിന് മുഖത്തിന് ലോകം കൊടുത്തുള്ള അർത്ഥം തന്നെയാണ് മിർസ ഖാദിയാനി അതിൽ എഴുതിപ്പോയിട്ടുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു പോവുകയാണ് അദ്ദേഹം. പിൽക്കാലത്തല്ല, അതിൻ്റെ തൊട്ട് ശേഷം തന്നെയാണ്, അല്ലെ ഒന്നിച്ച് തന്നെയാണ് അദ്ദേഹം പ്രവാചകത്വം വാദിക്കുകയൊക്കെ ചെയ്യുന്നത്. 1891 മുതൽ 908 മരിക്കുന്നത് വരെ ഖത്തമുൻ നുബുവത്തിന് അനുകൂലമായിട്ട് അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അത് ക്രോണോളിക്കൽ ഓർഡറിൽ ഒരു പുസ്തകത്തിൽ ഞാൻ എടുത്തു ചേർത്തിട്ടുണ്ട്. ഖാദിയാനിസം സമഗ്ര പഠനത്തിൻ്റെ 1-ാം വാള്യത്തിൽ. ഞാൻ പറയുന്നത്
അത് ഈ 1891 ഇത് മാത്രമല്ല പറഞ്ഞത്. ആ പുസ്തകത്തിൽ തന്നെ ഒരുപാട് തവണ ഖത്തം നുബുവത്തിന് അനുകൂലമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ആയത്തുകളും ഹദീസുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. പിൽക്കാലത്തും ഒരുപാടുണ്ട്. ഈ ഖാദിയാനിസത്തിന് എതിരെ 96 രേഖകൾ എന്നുള്ളതിൽ ഞാൻ ആ പുസ്തകത്തിൻ്റെ തന്നെ പേജുകൾ ഇതിൽ കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ ശേഷമാണ് ഖാദിയാനികൾ യഥാർത്ഥത്തിൽ മറുപടി മുട്ടിപ്പോയത് കേരളത്തിൽ. കാരണം ഇത് നമ്മുടെ ദാഴിമാരുടെ ഖാദിയാനിസം ഉള്ള സ്ഥലങ്ങളിലെ നമ്മുടെ പ്രവർത്തകരുടെ കയ്യിലൊക്കെ ഈ പുസ്തകമാണ് ഏറ്റവും വലിയൊരു ആയുധമായിട്ട് അവർ ഉപയോഗിക്കുന്നത്. കാരണം ഒറിജിനൽ പുസ്തകം എവിടെയും ലഭ്യമല്ലാത്തതുകൊണ്ട് ആ പുസ്തകത്തിലെ പേജ് പൂർണ്ണമായിട്ടും അതിലങ്ങ് കൊടുക്കുകയാണ്. ഉറുദുവിലും അറബിയിലും പേർഷ്യനിലും ഒക്കെ ഉള്ള പേജുകൾ അതിന് മലയാളവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ രീതിയിൽ ഖാദിയാനിസത്തെ നേരിടുകയാണ് നമ്മൾ ചെയ്തത്. ഈ ബറായിൻ അഹമ്മദിയയുടെ 4 വാള്യം പ്രസിദ്ധീകരിച്ച് 50 വാള്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണല്ലോ പറഞ്ഞത്. അങ്ങനെ അത് പ്രസിദ്ധീകരിക്കാതെ നേരത്തെ പറഞ്ഞ 19 പുസ്തകങ്ങൾ അദ്ദേഹം വേറെ പേരിൽ പ്രസിദ്ധീകരിച്ചു. വേണമെങ്കിൽ അതിന് അദ്ദേഹം ബറായിൻ അഹമ്മദിയ എന്ന പേരിട്ട് 1, 2, 3, 4, 5, 6 എന്ന് എഴുതാമായിരുന്നു. പക്ഷെ അതിന് അദ്ദേഹം തുനിയാതെ മറ്റ് പല പുസ്തകങ്ങളും അദ്ദേഹം ഇറക്കി. 1905 ബറായിൻ അഹമ്മദിയയുടെ 5ാം വാള്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം അദ്ദേഹം ഇറക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് നുസ്രത്തുൽ ഹക്ക് എന്നായിരുന്നു. പക്ഷെ അതിന് അദ്ദേഹം ബറായിൻ അഹമ്മദിയ ഹിസ്സ പഞ്ചം എന്ന് 5ാം വാള്യം എന്ന് ഒരു സബ് ടൈറ്റിൽ കൊടുത്തു. എന്നിട്ട് അതിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്തുകൊണ്ട് 50 വാള്യങ്ങൾ എഴുതാൻ തീരുമാനിച്ചു. എങ്ങനെ പറഞ്ഞത്, मैंने इरादा किया था कि 50 जिल्द लिखूं और अब 5 पर इक्तिफा करता हूं चूंकि 5 और 50 पर सिर्फ एक नुक्ते का फर्क है और मेरा वादा पूरा हो गया. അതായത് ഹിന്ദി പഠിച്ചവർക്ക് മനസ്സിലാകും. ഞാൻ 50 വാള്യങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ 5 पर ഇക്തിഫ കർത്താവ് ഇപ്പോൾ 5ൽ അവസാനിപ്പിക്കുകയാണ്. 5ാമത്തെ വള്ളിയാണ്. അതിൽ പറയാണ് 5ഉം 50ഉം തമ്മിലൊരു 0ന്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇത് ഞാനൊരു സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇതോടുകൂടി നമ്മെ സംബന്ധിച്ചിടത്തോളം മിർസയെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ എന്തായി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേജുകൾ ഇവരുടെ സംസ്ഥാന ചീഫ് മിനിസ്റ്റർ ആയിരുന്ന മുഹമ്മദ് ഉമർ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇശായത്തുകാർക്കുള്ള മറുപടി എന്നാണ് പുസ്തകത്തിൻ്റെ പേര് തന്നെ, മഹാവിഡിത്തം. ഇശായത്തുകാർക്കുള്ള മറുപടി എന്ന് പറയുമ്പോൾ ഈ ഇശായത്തുകാർ എഴുതിയുള്ള ആക്ഷേപങ്ങൾക്കുള്ള മറുപടി എന്നുള്ളത്. ഏതായാലും അതിൽ ഒരുപാട് പേജുകൾ അദ്ദേഹം കറുപ്പിച്ചത്. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞെന്താണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 റക്അത്ത് 50 വക്ത് നമസ്കാരം കൊടുത്തിരുന്നു. അത് 5ആക്കി ചുരുക്കിയത് 50ന്റെ എന്താണ് പുണ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഇത് പറയുമ്പം 10,000-ലേറെ രൂപ സമാഹരിച്ചിട്ട് 50 വാള്യം കൊടുക്കാമെന്ന് പറഞ്ഞ വാക്ക് തെറ്റിച്ച ആളാണ് 5ൽ അവസാനിപ്പിച്ച് 5ഉം 50ഉം തമ്മിൽ 0ന്റെ വ്യത്യാസമുള്ളൂ പറഞ്ഞത്. മിർസയുടെ രസകരമായ ഒരുപാട് പരാമർശങ്ങളുണ്ട്. ഒമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും എന്ന് വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. സ്വന്തം സമൂഹത്തിൻ്റെ ഭാഷയുമായിട്ടല്ലാതെ ഒരു പ്രവാചകനെ നിയോഗിച്ചിട്ടില്ല. ഓരോ പ്രവാചകനും ലോകത്തേക്ക് വന്നപ്പോൾ ആ സമുദായത്തിനോട് സംവദിക്കാനുള്ള ഭാഷയിലാണ് അദ്ദേഹത്തിന് അവർക്ക് വഴി നൽകിയിട്ടുള്ളത്. പക്ഷെ മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി സമർപ്പിച്ചുള്ള വഴികൾ ഒരുപാട് ഭാഷകളിലാണ്. അതിൽ ഉറുദുവാണ് ഏറ്റവും കൂടുതൽ, പിന്നെ അറബിയിലും പേർഷ്യനിലും ഇംഗ്ലീഷിലും പിന്നെ സംസ്കൃതത്തിൽ വരെ അദ്ദേഹത്തിന് വഴിയുണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നുണ്ട്, എന്ത് ചെയ്യാം, എനിക്ക് മനസ്സിലാകാത്ത സംസ്കൃതത്തിൽ പോലും എനിക്ക് വഴി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് തന്നെ മനസ്സിലാകാത്ത വഴിയാണ് സംസ്കൃതത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹം ഒരു കത്തിലൂടെ പറയുന്നുണ്ട്. അതിൽ കുറച്ച് ഇംഗ്ലീഷ് വായിക്കാം. നമുക്കിപ്പോൾ ഈ കാലഘട്ടത്തിലെ ഭാഷ ഇംഗ്ലീഷാണല്ലോ, അത് വായിക്കാതെ. ഐ ലവ് യു എന്നാണ് ആദ്യത്തെ വഴി. ഐ ആം വിത്ത് യു, യെസ് ഐ ആം ഹാപ്പി, ലൈഫ് ഓഫ് പെയിൻ, ഐ ഷാൽ ഹെൽപ്പ് യു, ഐ ക്യാൻ വാട്ട് ഐ വിൽ ഡു, വി ക്യാൻ വാട്ട് വി വിൽ ഡു. ഇംഗ്ലീഷാണ്. ഗോഡ് ഈസ് കമ്മിങ് ബൈ ഹിസ് ആർമി, ഹി ഈസ് വിത്ത് യു ടു കിൽ എനിമി, ദ ഡേ ഷാൽ കം വെൻ ഗോഡ് ഷാൽ ഹെൽപ്പ് യു, ഗ്ലോറി ബി ടു ദ ലോഡ്, ഗോഡ് മേക്കർ ഓഫ് എർത്ത് ആൻഡ് ഹെവൻ. ഇത് ഹക്കീക്കത്തുൽ വഴിയുടെ 303-ാം പേജിൽ നിന്നാണ് വായിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ ഇത് ഇങ്ങനെ എടുത്തു കൊടുത്താണ്. അപ്പോൾ എല്ലാ പുസ്തകവും അല്ലെങ്കിൽ അത് നോട്ട് ചെയ്യുന്നതിൽ എളുപ്പതാണല്ലോ. ഇതിൽ ഇദ്ദേഹത്തിന് ഒരു സംശയം തോന്നി.
ഇത് സാധാരണ വ്യാകരണത്തിൽ എന്തോ ഒരു ചെറിയ പെശകുണ്ടോ. അപ്പം അതിന് അദ്ദേഹം ഒരു ഹാഷ്യ കൊടുത്തിട്ടുണ്ട്, ഒരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, चूंकि ये गैर ज़बान में इल्हाम है और इल्हाम इलाही में एक सूरत होती है, इसलिए मुमकिन है कि बाज़ अल्फाज के अदा करने में कुछ फ़र्क हुआ हो और खुदा तआला इंसानी मुहावरात का पाबंद नहीं होता, इंसानी ग्रामर यानी സർഫോനോട് से मातहत नहीं चलता. മനുഷ്യണ്ടാക്കി വെച്ച ഈ ഗ്രാമർ ഉണ്ടല്ലോ, അതനുസരിച്ചൊന്നുമല്ല അള്ളാഹ് പറയാം. അപ്പോൾ ഗ്രാമറിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാനദണ്ഡത്തിൻ്റെ തകരാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വന്തം ശിഷ്യൻ എഴുതിയുള്ള ഒരു കത്ത് വായിക്കാം. ആ കത്തിൽ അദ്ദേഹം, ആ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 20 വർഷത്തോളം കാദിയാനിയുടെ സന്തത സഹചാരിയായി നടന്ന ഒരാളാണ്, മീർ അബ്ബാസ് അലി ഷാ. അദ്ദേഹത്തിന് എഴുതുകയാണ്, ആദരണീയനായ മീർ അബ്ബാസ് അലി ഷാ, ഈ ആഴ്ചയിൽ ചില വചനങ്ങൾ ഇംഗ്ലീഷിലും മറ്റും ഇൽഹാമായി അവതരിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് ഒരു ഹിന്ദു പയ്യനോട് അന്വേഷിച്ചുവെങ്കിലും ഒരു സമാധാനവും ഉണ്ടായിട്ടില്ല. ചിലത് അള്ളാഹുവിൽ നിന്ന് തർജ്ജമ സഹിതമാണ് അവതരിച്ചത്, അൽഹംദുലില്ലാ. അതായത് ഉറുദുവിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ വന്നിട്ടുള്ളത്. ചില വചനങ്ങൾ ഒരു പക്ഷേ ഹിബ്രുവിലാണ്. അതായത് അത് മൂപ്പർക്ക് അറിയില്ലല്ലോ. എല്ലാറ്റിലെയും തെറ്റ് തിരുത്തേണ്ടതും ആശയം അറിയിക്കേണ്ടതുമുണ്ട്. പറ്റിയവയെല്ലാം ഇപ്പോൾ അച്ചടിയിലുള്ള പുസ്തകത്തിന് അവസാന ഭാഗത്ത് ചേർക്കണം. പറ്റിയവയെല്ലാം എന്നുള്ളതൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അള്ളാന്റെ വഹിയെ താങ്കൾ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് വിവരം അറിയിക്കണം. അതല്ല സംഭവം. കോടതി കയറിയിരുന്നു ഒരുപാട് പ്രാവശ്യം വഹിയുമായിട്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വഹിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മരണപ്രവചനങ്ങളാണ്. ഇന്നയാൾ ഇന്ന ദിവസം മരിക്കും, ഇത്ര കാലം കൊണ്ട് മരിക്കും എന്ന് പറഞ്ഞ് പ്രവചിക്കും. അപ്പോൾ അവർ കേസ് കൊടുക്കും. ആ കേസ് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം കുട്ടികൾ കേട്ടാൽ ബേജാറാവുമല്ലോ, എൻ്റെ വാപ്പ ഇത്ര കാലം കൊണ്ട് മരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഏതായാലും കേസ് കൊടുത്ത് കോടതി ഇയാളെ കണിശമായിട്ട് താക്കീത് ചെയ്ത് ഇനി മേലാൽ ഇത്തരം വഴിയൊന്നും പ്രസിദ്ധീകരിക്കരുത് എന്ന്. അതുകൊണ്ടാണ് ഇയാൾ ഈ കത്തിലിങ്ങനെ പറ്റിയവെല്ലാം എന്ന് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രഷ്യൻ ഉമർ പിറാത്തോസ് അഥവാ പിലാത്തോസോ എന്ന് ഇൽഹാമിൻ്റെ വേഗത കൊണ്ട് മനസ്സിലായിട്ടില്ല. ഉമർ അറബി വാക്കാണ്, പിറാത്തോസ് പ്രഷ്യൻ എന്നീ പദം കൊണ്ട് ഭാഷയും അവയുടെ അർത്ഥവും അന്വേഷിച്ചറിയുക. പിന്നെ 2 വാക്കുകൾ ഹുവ ഷൈന നേസൻ ഏത് ഭാഷയാണെന്ന് പോലും അറിയില്ല. ഇംഗ്ലീഷിലുള്ളത് ഇവയാണ്: യു മസ്റ്റ് ഡിഡ് വാട്ട് ഐ ടോൾഡ് യു. ഞാൻ പറഞ്ഞത് നീ ചെയ്യണം എന്ന ഉറുദു വാക്യത്തിൽ അതിനൊരു തർജ്ജമയുണ്ട്. അത് ഇൽഹാമി തന്നെയാണ്. അതിനുശേഷം ഒരു ഇംഗ്ലീഷ് വാക്യമുണ്ട്, അതിൻ്റെ തർജ്ജമ ഇൽഹാമിയല്ല. ആ ഹിന്ദു പയ്യൻ പറഞ്ഞത് വാക്യങ്ങളുടെ പഴമ കൊണ്ട് കാര്യം മനസ്സിലാകുന്നില്ല എന്നാണ്. അതുകൊണ്ട് കാര്യമായി ശ്രദ്ധിക്കുക. ഇൽഹാം ഇങ്ങനെയാണ്: ദോ ഓൾ മെൻ ഷുഡ് ബി ആംഗ്രി ബട്ട് ഗോഡ് ഈസ് വിത്ത് യു, ഹി ഷാൽ ഹെൽപ്പ് യു, വേർഡ്സ് ഓഫ് ഗോഡ് നോട്ട് ക്യാൻ എക്സ്ചേഞ്ച്. പിന്നെ ഇംഗ്ലീഷിൽ മറ്റൊരു ഇൽഹാമിൽ അല്പമേ അറിയൂ, അതായത് കേട്ട മുഴുവൻ ഓർമ്മയിലില്ല. ഐ ഷാൽ ഹെൽപ്പ് യു. എന്നാൽ പിന്നീട് യു ഹാവ് ടു ഗോ അമൃത്സർ എന്നുണ്ട്. പിന്നീടുള്ള വാക്യത്തിന് അർത്ഥം മനസ്സിലായിട്ടില്ല. ഹി ഹഡ്സ് ഇൻ ജില്ല പെഷാവർ. ഈ വാക്യങ്ങൾ തെറ്റുതിരുത്തി എഴുതുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് മറുപടി അയക്കുക. പറ്റുമെങ്കിൽ പുസ്തകത്തിൻ്റെ അവസാന താളുകളിൽ ചേർക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കത്ത്. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞാൽ 20 കൊല്ലത്തോളം ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന അബ്ബാസ് അലി ഷാ ലുദ്യാനവി ഈ കത്ത് വായിച്ചപ്പോൾ ഇങ്ങനെ ആലോചിച്ച് കാണും, പടച്ചോൻ പറഞ്ഞ് മനസ്സിലാകാതെ അത് എന്നോട് ചോദിക്കുന്ന ഒരു നബിൻ്റെ കൂടെയാണല്ലോ ഞാൻ കാലം വരെ നിൽക്കുന്നത്. അങ്ങനെ ഏതായാലും അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോരുകയാണ്, അതായത് ഇസ്ലാമിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആര്? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി, ആസ്മാനി ഫൈസല, അള്ളാഹുവിൻ്റെ ദൈവികമായിട്ടുള്ള തീരുമാനം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ സദൃശനാണെന്നാണല്ലോ വാദിക്കുന്നത്. അതിനുള്ള ഒരു രേഖ കൂടി എനിക്ക് കിട്ടിയിരിക്കുന്നു, ഒരു തെളിവ് കൂടി എനിക്ക് കിട്ടിയിരിക്കുന്നു. എന്താണത്? എൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു മീർ അബ്ബാസ് അലി ഷാ ലുദ്യാനവി. ഏതുപോലെ? യൂദാസിനെ പോലെ, യേശുവിൻ്റെ യൂദാസ് കരിയോത്തിയെ പോലെ. അദ്ദേഹം അവസാനം അദ്ദേഹത്തെ തള്ളിപ്പറയുക മാത്രമല്ല ഒറ്റിക്കൊടുക്കുകയും ചെയ്തു. ഇതേപോലെ എന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ മീർ അബ്ബാസ് അലി ഷാ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു, ഞാൻ യേശുവിൻ്റെ സദൃശനാണെന്ന് കൂടുതൽ തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആളുകൾ ചോദിച്ചു, സ്വാഭാവികമായിട്ടും അത് ഈ ലേഖനങ്ങളൊക്കെ പത്രത്തിൽ ആദ്യം പ്രസിദ്ധീകരിക്കും. അതിൽ ആളുകൾ ചോദിച്ചിട്ടുണ്ടാവും, ഇദ്ദേഹത്തെക്കുറിച്ചല്ലേ നിങ്ങൾ ഒരിക്കൽ അസ്ലുഹ സാബിത്തും ഫറുഹ ഫിസമ എന്നൊരു ഇൽഹാം ഈ മീർ അബ്ബാസ് അലി ഷായെ കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചിരുന്നത്. ഇത് ഇദ്ദേഹത്തിൻ്റെ രീതിയാണ്. അന്നത്തെ 2 പത്രങ്ങളുണ്ടായിരുന്നു ഇവർക്ക്, ഒന്ന് ബദർ ഉറുദുവിലും അൽ ഫസിൽ എന്നുള്ളത് പേർഷ്യൻ ആൻഡ്
അറബിക് ആൻഡ് ഉറുദു, അങ്ങനെ ഈ 3 ഭാഷയിലും കൂടി അൽ ഫസിൽ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു, ഒരു വീക്കിലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിൽ ഇന്നത്തെ ഈ ആഴ്ചയിലത്തെ വഴികൾ എന്ന് പറഞ്ഞിട്ട് ഒരു കോളത്തിൽ വഴി ഉണ്ടാകും. അതിന്ന ആളെക്കുറിച്ചാണെന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഈ നേരത്തെ പറഞ്ഞുള്ള അസ്ലുഹ സാബിത്തുമോ ഫറവ ഫിസ്സമ എന്നുള്ള കലിമത്തു തയ്യിബയെ കുറിച്ച് ഖുർആൻ പറഞ്ഞാണ്. അതുകൊട്ടെ ഇത് ഇദ്ദേഹത്തിന് വന്നപ്പോൾ അതിന് ആരെക്കുറിച്ചാണെന്ന് അദ്ദേഹം എഴുതി വെച്ചാൽ മീർ അബ്ബാസ് അലി ഷാ ലുധിയാനയെ കുറിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വന്നു, അങ്ങനെ പറഞ്ഞ അസ്ലുഹ സാബിത്തുൻ എന്ന് പറഞ്ഞ അത്രയും ദൃഢചിത്തനായ ഒരാളെക്കുറിച്ച് ഇങ്ങനെ മാറിപ്പോകുന്നത് ശരിയാണോ? അപ്പോൾ അയാൾ പറയാം, അത് അസ്ലുഹ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം ഒരു പെണ്ണുങ്ങളെ സ്വഭാവത്തിലുണ്ട് എന്ന്. അസ്ലുഹ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൽ സ്ത്രീകളുടെ ഒരു ചാഞ്ചാട്ടം, ഒരു ചാഞ്ചല്യം അതിലുണ്ടാകുമെന്ന്. അപ്പോൾ ഇതാണ് ഇയാൾ എങ്ങനെ വീണാലും പൂച്ച വീണ മാതിരിയാണ് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി കാര്യങ്ങൾക്ക് മറുപടി പറയുക. ഞാൻ പിന്നെ കുറച്ച് അറബി ഇൽഹാമുണ്ട്, അതുകൂടി വായിച്ച് അവസാനിപ്പിക്കാം. പിന്നെ ചെറിയൊരു അറിവ്, പിന്നെ വഹികൾ കോഡ് ഭാഷയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, അക്ക ഭാഷകളിലുണ്ടായിട്ടുണ്ട്. അറബിയിലും ഉറുദുവിലും പേർഷ്യനിലും ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഹഖീഖത്തുൽ വഹിയിലുണ്ട്. അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി തുടങ്ങിയതാണ്. യാ അഹമ്മദ് ബാറക്കല്ലാഹു ഫീക് മാ റമൈത ഇദ് റമൈത വലാകിൻ അല്ലാഹ റമ അർ റഹ്മാനു അല്ലമൽ ഖുർആൻ ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഹും വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ. അങ്ങനെ പോകുന്നു. പിന്നെ കുറേ കൊണ്ട് ചെല്ലുമ്പോൾ അതിൽ സർ അഞ്ചാം ജാഹിൽ ജഹന്നം ബൂദ് ജാഹിൽ നക്കു ആക്കിബത്ത് കമ്പൂദ് എന്ന് പേർഷ്യനിൽ കാണാം. मेरी फतह हुई मेरा गलबा हुआ वो काम जो तुमने किया खुदा की मर्जी के मुवाफिक नहीं होगा എന്ന് ഉറുദുവിലും അങ്ങനെ വിവിധ ഭാഷകളിൽ ലോകത്തിലേക്ക് മുഴുവനായിട്ട് നിയുക്തനായ പ്രവാചകനാണ് താനെന്ന് അവകാശപ്പെടുന്നു മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. നിങ്ങൾ കുറച്ചുകൂടി പഠിച്ചാൽ അത് സ്വീകാര്യമാണോ എന്ന് സ്വയം തന്നെ വിലയിരുത്താവുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ഖത്തമുൻ നുബുവ്വത്തിൽ സംശയിക്കേണ്ട കാര്യമല്ല. ഖത്തമുൻ നുബുവ്വത്ത് നിഷേധിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2000 ആണ്ടിൽ ഇവരുടെ ഒരു ആള്, ഇവരുടെ ഒരു മൊറീഷ്യസിലെ ഇവരുടെ ഒരു ഇമാം, ഇവരുടെ ഒരു പ്രതിനിധിയായിട്ട് അയച്ചിട്ടുള്ള ആള് അവസാനം തനിക്ക് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വെബ്സൈറ്റൊക്കെ തുടങ്ങിയിട്ട് ഒരു പുതിയ സംഘടനയെ രൂപീകരിച്ച് ജമിയത്തു സഹീഉൽ ഇസ്ലാം എന്ന പേരിൽ സംഘടന രൂപീകരിച്ചിട്ട് പ്രവാചകത്വവാദമായിട്ട് ഇപ്പോൾ അരങ്ങിലുള്ളത്. മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ പുസ്തകങ്ങൾ മലയാളത്തിൽ ലഭ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ 85 പുസ്തകം പോട്ടെ, ഒരു 5-6 പുസ്തകങ്ങളാണ് ആകപ്പാടെ ലഭ്യമായിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒടുവിലുള്ളത് ഈ മൈത്രി സന്ദേശമാണ്. ഇതിലെ ഒരു ഉദാഹരണം മലയാളത്തിൽ എന്തുകൊണ്ട് ഇതാക്കുന്നില്ല എന്നുള്ളത് ഇതിലൊരു കാര്യം പറയുന്നത് ഉടമ്പടി ചെയ്യാന്നാണ്. പൈഗാമെ സുൽഹ്, മൈത്രി സന്ദേശം എന്നർത്ഥം. സുൽഹിൻ്റെ മൈത്രിയുടെ ഉടമ്പടിയാണ്, സന്ദേശമാണ്. അതുകൂടി വായിക്കാതല്ലോ. പരിപൂർണമായ സമാധാനവും മൈത്രിയും ഉണ്ടായിത്തീരുന്നതിനായിട്ട് ഹിന്ദുക്കളും ആര്യസമാജക്കാരും ഞങ്ങളുടെ നബി തിരുമേനിയെ ദൈവത്തിൻ്റെ സത്യപ്രവാചകനായി കൈക്കൊള്ളുന്നതിലും മേലിൽ ആ പുണ്യാത്മാവിനെ നിഷേധിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനും തയ്യാറാകുമെങ്കിൽ അഹമ്മദിയ പ്രസ്ഥാനക്കാരായ ഞങ്ങൾ എപ്പോഴും വേദത്തിൻ്റെ സത്യത്തിൽ വിശ്വസിക്കുകയും വേദത്തെയും അതിൻ്റെ ഋഷിമാരെയും സ്നേഹാദരപൂർവ്വം വീക്ഷിക്കുകയും ചെയ്യുന്നതാണെന്നുള്ള ഒരു കരാറിൽ ഒന്നാമതായി ഒപ്പുവെക്കുന്നതിന് ഞാൻ ഒരുക്കമാണ്. ഇതാണ് സന്ധി. അതായത് ഹിന്ദു മുസ്ലിം ലഹള ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് ലാഹോറിൽ ഒരു ലഹള ഉണ്ടായപ്പോൾ സർവമത സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും അതിൽ ക്ഷണിതാവായിട്ട് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ ലാഹോറിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ വായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ്, ഒരു ലേഖനമാണ് ഇത്. അപ്പോൾ അതിൽ അദ്ദേഹം വായിക്കാൻ വേണ്ടി അന്ന് തലേ ദിവസം ആൾ മരിച്ചു പോയത്. അപ്പോൾ അവസാനത്തെ പുസ്തകമായിട്ട് വന്നു. അപ്പോൾ അതിൽ പറയുന്ന ഇതാണ്, അതായത് ഹിന്ദുക്കൾ എന്ത് ചെയ്യണം, ഹിന്ദുക്കളും ആര്യസമാജക്കാരും ഞങ്ങളുടെ നബി തിരുമേനിയെ ദൈവത്തിൻ്റെ സത്യപ്രവാചകനായി കൈക്കൊള്ളുന്നതുകയും മേലിൽ ആ പുണ്യാത്മാവിനെ നിഷേധിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യാതിരിക്കുകയും ചെയ്യുക. അതിനു പകരം അഹമ്മദിയ പ്രസ്ഥാനക്കാരായ ഞങ്ങൾ എപ്പോഴും വേദത്തിൻ്റെ സത്യത്തിൽ വിശ്വസിക്കുകയും വേദത്തെയും അതിൻ്റെ ഋഷിമാരെയും സ്നേഹാദരപൂർവ്വം വീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇയാൾ പറഞ്ഞത്. പിന്നെ താഴോട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഗോവധം നിരോധിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളോട് സഹായിക്കാം, നിങ്ങളോട് സഹകരിക്കാം. ഇനി പശുക്കളെ മേലാൽ ഞങ്ങൾ അറക്കുകയില്ല. അപ്പം ഇതൊക്കെയാണ് ഈ പരസ്പര സന്ധിയുടെ സുൽഹിൻ്റെ ഒരു സന്ദേശമായിട്ട് വലിയ ബുദ്ധിജീവിയാണെന്ന് പറയുന്ന ഇദ്ദേഹത്തിന് സമർപ്പിക്കാനുള്ളത്. മുഹമ്മദ് നബി ഈ ആര്യസമാജക്കാരും ഹിന്ദുക്കളും വിശ്വസിക്കുകയാണ്, സത്യപ്രവാചകനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു പേരുണ്ട്, എന്താണ്, മുസ്ലിങ്ങൾ എന്ന് പറയാം. പിന്നെ അവർക്ക് പശുവിനെ അറക്കുന്നതിന് ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ എഴുതിയ പുസ്തകത്തിൽ പോലും ഇമാതിരി ബ്ലണ്ടറുകളാണ്
ഇദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ബുദ്ധി കൂടി കൂടി അങ്ങനെ വരുമ്പോഴെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും നമ്മൾ വിചാരിക്കുമല്ലോ, അല്ല പക്വത കൂടിയും പ്രായം കൂടി പക്വതയിലേക്ക് എത്തുമ്പോൾ. പക്ഷേ ഒടുവിൽ എഴുതിയ പുസ്തകത്തിൽ പോലും ഇതുപോലത്തെ ബ്ലണ്ടറാണ് ഉള്ളത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ വളരെ അടിസ്ഥാനപരമായിട്ട് കാദ്യാനിസം മനസ്സിലാക്കാവുന്ന ഇത്തരം കാര്യങ്ങളുണ്ട്.